തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ട് RSSന് താല്പര്യമില്ല എന്നതിന്റെ ഒരു തെളിവാണ് RSSന്റെ പ്രസിദ്ധീകരണമായ ഒരു മാസിക, അതായത് കേസരിയിൽ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് RSS ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ടിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു, അതിൽ താല്പര്യമില്ല എന്നതാണ്. അതിന് പറയാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിലൊരു ഉദാഹരണമായി RSS പറയുന്നത്, പ്രാചീന റോമ നഗരത്തിൽ കരുത്തന്മാരായ അടിമകളെയോ ഗ്ലാഡിയേറ്റർമാർ എന്നറിയപ്പെടുന്ന ചാവേറുകളെയോ മരണം വരെ പോരാടാനായി കൊളോസിയം എന്നു പേരുള്ള വിനോദ അരങ്ങിൽ ഇറക്കിയിരുന്നു. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ മരണക്കളി കാണാൻ ജനങ്ങൾ ഗാലറിയിൽ അണിനിരക്കും. പലപ്പോഴും സിംഹങ്ങളോ അല്ലെങ്കിൽ കരടികളോ അല്ലെങ്കിൽ ആന തുടങ്ങിയ വന്യമൃഗങ്ങളോടും ഗ്ലാഡിയേറ്റർമാർക്കും അടിമകൾക്കും പോരാടേണ്ടി വരും. ഒരുവന്റെ ഭീകര മരണം കണ്ട് ആസ്വദിക്കുന്നവന്റെ പ്രാകൃത മനോവീര്യം അല്ലെങ്കിൽ അവന്റെ ഒരു വികാരം നമ്മുടെ നാട്ടിലെ വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ച് ആർപ്പ് വിളിക്കുന്നവരുടെയും ആ ഒരു സ്വഭാവം, അത് എന്ത് മനോസ്വഭാവമാണ് അല്ലെങ്കിൽ അത് എന്തൊരു സൈക്കോളജിയാണെന്ന് RSS തന്നെ ചോദിക്കുകയാണ്. ഓരോ വർഷവും കമ്പപ്പുരകളിൽ എത്ര പേർ കത്തിയെരിഞ്ഞാലും വെടിക്കെട്ട് കൂടാതെ ഉത്സവമില്ല എന്ന് ശഠിക്കുന്ന മലയാളികളുടെ ആ ഒരു സ്വബോധം, ആ ഒരു ബോധം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് RSS ചോദിക്കുന്നത്. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും അടക്കം പല പരിഷ്കർത്താക്കളും കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും മലയാളികൾ ഇന്ന് വരെ ചെവി കൊണ്ടിട്ടില്ല. അമ്പലപ്പറമ്പിൽ ഇന്നും ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. ലോക പ്രശസ്തമായ തൃശൂർ പൂരത്തിന്റെ ഭാഗമായി നടത്താറുള്ള കരിമരുന്ന് ആ കലാപ്രകടനത്തിനായി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ഒരു അപകടം ഉണ്ടായത്. 15-ൽ പരം മനുഷ്യ ജീവനങ്ങൾ പൊലിഞ്ഞും കത്തി അമർന്നും ഓരോ ശരീരഭാഗങ്ങളും ഓരോ സ്ഥലത്തേക്ക് ചിതറിക്കടന്നിട്ടും വെടിക്കെട്ട് വേണ്ട എന്ന് പറയാൻ ഒരു ഹൈന്ദവരോ അല്ലെങ്കിൽ ഒരു മലയാളികളോ ഇന്നും തയ്യാറാകുന്നില്ല എന്നാണ് RSS പറയുന്നത്. അനേകം പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും നിരവധി വീടുകൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. തിരുവമ്പാടി വിഭാഗത്തിനായുള്ള കരിമരുന്ന് തയ്യാറാക്കുന്നതിനിടയിലാണ് ഒരു ദുരന്തമുണ്ടായത്. താരതമ്യേന ജനവാസം കുറഞ്ഞ പ്രദേശമായിരുന്നതുകൊണ്ടും പടക്കപ്പുര എന്നതുകൊണ്ടും മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞത്. അതായത് വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത ഇടയിലാണ് ഈ പടക്കപ്പുര സ്ഥാപിച്ചത് കൊണ്ടാണ് 15 പേരുടെ ജീവനെങ്കിലും നഷ്ടമായത്. ഇല്ലായിരുന്നെങ്കിൽ മരണസംഖ്യ കൂടുമായിരുന്നു. ഈ അപകടം ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തൃശൂർ പൂരത്തിനിടയിലും സംഭവിക്കാവുന്നതൊന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കമ്പക്കെട്ടുകൾക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ യാതൊരു നിയന്ത്രണവും പിന്നെ ഉണ്ടാവില്ല എന്നതാണ് വസ്തുത. ആയിരക്കണക്കിന് കിലോ വരുന്ന വെടിമരുന്ന് ഒരുമിച്ച് കത്തി അമരുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനം പരിസരത്തുള്ള കെട്ടിടങ്ങളുടെ അടിത്തറയെ വരെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രധാന കാരണമാണ്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലെ ഓടകൾ വരെ പറത്തിക്കളയാറുള്ള പൂര വെടിക്കെട്ട് സത്യത്തിൽ പ്രാകൃതമായ ഒരു പരിപാടിയാണ്. അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വെടിക്കെട്ടിന് ആചാര പരിവേഷം കൈവന്നത് അടുത്ത കാലത്താണ്. ആചാര പരിവേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ചോദ്യം ചെയ്താൽ അവൻ പിന്നെ ഹിന്ദു വിരോധി എന്നൊരു മുദ്ര അവന്റെ നെഞ്ചത്ത് കുത്തും. ജീവനും സ്വത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒന്നിനെയും എന്ത് ആചാരത്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദു ക്ഷേത്രത്തിലെ പല ആചാരങ്ങളെയും അനുകരിക്കാറുള്ള കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും പള്ളിപ്പെരുന്നാളിന് ആളെ കൂട്ടാനായി വെടിക്കെട്ടും കലാപരിപാടികളും അനുകരിച്ചു തുടങ്ങി. അതുകൊണ്ട് അമ്പലപ്പറമ്പിൽ എന്നതുപോലെ പള്ളിപ്പറമ്പിലും എണ്ണം പറഞ്ഞ പല കരിമരുന്ന് ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 100 വർഷത്തിനിടെ ഉണ്ടായ 50-ൽ പരം വെടിക്കെട്ട് ദുരന്തങ്ങളിൽ 500-നടുത്ത് ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ എണ്ണത്തിനടുത്ത് വരുന്നത്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കടുത്ത വേനലിൽ സാധുക്കളായ തൊഴിലാളികൾ കുടുംബം പുലർത്താനായി ജീവൻ പണയം വെച്ച് നടത്തുന്ന പടക്ക നിർമ്മാണം എന്ത് ദൃശ്യവിസ്മയത്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് RSSന്റെ അവരുടെ പ്രസിദ്ധീകരണമായ പേജിൽ കേസരിയിൽ പറയുന്നത്. ലോകപ്രസിദ്ധമായ മൈസൂർ ദസറയോടനുബന്ധിച്ച് നടത്തിയിരുന്ന കരിമരുന്ന് പ്രകടനം അവസാനിച്ചത് ലേസർ ഷോയായി. പരിവർത്തനപ്പെടുത്തതും അങ്ങനെയാണ്. അതായത് വെടിക്കെട്ടായിരുന്നു മൈസൂരിൽ നടന്നത്, അത് പിന്നെ മാറി ചർച്ചകൾക്കൊടുവിൽ അത് ലേസർ ഷോ ആയി മാറി. വെടിക്കെട്ടിന്റെ അപകട സാധ്യതയും പരിസ്ഥിതി മലിനീകരണവും പരിഗണിച്ചാണ് ദസറയിൽ ലേസർ ഷോ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 1978-ലും 2006-ലും പൂരത്തിനിടയിൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായിട്ടുണ്ട്. 2006 മെയ് 4-ന് പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച് 7 പേരാണ് അന്ന് മരിച്ചത്. ഈ വർഷം അത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ഭാഗത്തായി എന്ന് മാത്രം. 110 പേർ
ചിതറിത്തെറിച്ച കൊല്ലം, പരവൂർ, പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോഴും അമ്പലപ്പറമ്പിലെ അപകടകരമായ വെടിക്കെട്ടുകളെക്കുറിച്ച് ഒരു പുനർചിന്തയെങ്കിലും സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ നടത്താമായിരുന്നു. പലരും വിമർശനം ഭയന്ന് തുറന്നെഴുതാനും പറയാനും ഭയക്കുകയാണ്. വെടിക്കെട്ടിന് ക്ഷേത്ര ഉത്സവങ്ങളിൽ ആചാരപരമായ യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ടും അത് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടും ഏതാനും നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ നാട്ടിൽ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കണമെന്നാണ് RSS പറയുന്നത്. അവരുടെ മാഗസീനായ അവരുടെ RSSന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള മാസികയായ കേസരിയിലെ മുഖപ്രസംഗത്തിലാണ് അടിവരയിട്ടുകൊണ്ട് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടായിരുന്നാലും അല്ലാതെ തൃശ്ശൂർ പൂര വെടിക്കെട്ടായിരുന്നാലും അതിനെ വിമർശിച്ചുകൊണ്ട് RSS പറയുന്നത്.